വർക്കല വ്ലോഗ് 2 ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത വീഡിയോയിൽ ഈ ട്രിപ്പിന്റെ ഫുൾ ഡീറ്റെയിൽസ്, എക്സ്പെൻസ് എല്ലാം ഞാൻ ഷെയർ ചെയ്യാను. ഒരുപാട് പേര് എക്സ്പെൻസ്, ടൈം, സേഫ്റ്റി അങ്ങനെ കുറേ കാര്യങ്ങൾ കൊണ്ട് പല ട്രിപ്സ് മാറ്റി വെക്കാറുണ്ട്. നമ്മൾ ഒരു 1 വീക്ക് കൊണ്ടാണ് കേട്ടോ ഈ ഫുൾ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. 2500 ആണ് കേട്ടോ പെർ പേഴ്സൺ എക്സ്പെൻസ് ആയത്. ട്രാൻസ്പോർട്ട്, സ്റ്റേ ഇതൊക്കെയാണ് ഞാൻ ഫസ്റ്റ് നോക്കിയത്. ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഞങ്ങൾ കാറിലാണ്, തിരിച്ച് നമ്മൾ ബസ്സിലാണ് പോയത് കേട്ടോ. സ്റ്റേ ഞാൻ പറഞ്ഞില്ലേ, മക്നൂളെ ഗസ്റ്റ് ഹൗസിലാണ് നമ്മൾ സ്റ്റേ ചെയ്ത്. 5000 ആണ് ആയത്. ഈ റിസോർട്ട് ഒരു കോട്ടേജ് പോലെ ആയിരുന്നു കേട്ടോ. ഇതിനകത്ത് 2 ബെഡ്റൂംസും ബാത്റൂമും എല്ലാം അവിടെ വെച്ചിട്ടായിരുന്നു. ഫെസിലിറ്റീസ് എല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു. സ്വിമ്മിംഗ് പൂൾ, അങ്ങനെ നമ്മൾ വിചാരിച്ച എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരുന്നു. നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. നെക്സ്റ്റ് ഫുഡ് ആയിരുന്നു. ഫുഡിന് നമുക്ക് എല്ലാവർക്കും ഒരു 3000 ആയിരുന്നു. വർക്കലയിൽ ഫുഡ് ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. നമ്മൾ ഈവനിങ് എല്ലാം പോയി എക്സ്പ്ലോർ ചെയ്തിരുന്നു. അടുത്ത ദിവസം രാവിലെ മോർണിംഗിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റിസോർട്ടിൽ നിന്ന് തന്നെ കഴിച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്ത് പോയി കഴിക്കാവുന്നതാണ്. അപ്പോൾ റൂമിന് ഫുഡിനും എല്ലാം കൂടെ നമുക്കൊരു ടോട്ടൽ 9000 സംതിങ് ആണ് കേട്ടോ ആയത്. പിന്നെ ട്രാൻസ്പോർട്ടും ബാക്കിയെല്ലാം നമ്മൾ ഇങ്ങോട്ട് വന്നത് ബസ്സും എല്ലാം യൂസ് ചെയ്തിട്ടാണ്. അതിനൊന്നും ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. പിന്നെ എക്സ്ട്രാ ഇൻഡിവിജ്വൽ ആയിട്ട് വരുന്നതെന്ന് പറയുന്നത് നമ്മൾ ഷോപ്പിംഗ് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വന്നപ്പോൾ ടാർപ്പി മോളിൽ കയറി. നമ്മൾ ഉച്ചയൊക്കെ ആയി ഭയങ്കരമായിട്ട് വിശന്നു. അപ്പോൾ നമ്മൾ അവിടെ കയറി ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ട്രെൻസിൽ പോയി ജസ്റ്റ് ഒന്ന് അവിടെ എല്ലാം നടന്നിട്ട് തിരിച്ച് നമ്മൾ ഇറങ്ങി. അപ്പോൾ നമ്മൾ അപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങ് വീട്ടിലെത്തിയാൽ മതി എന്നുള്ളൊരു സ്റ്റേജിലെത്തി. അപ്പോൾ ഞങ്ങൾ 4 പേരോട് അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് ബസ് സ്റ്റാൻഡിൽ വന്നു. അപ്പോൾ അമൃത ചേച്ചി ഞങ്ങളുടെ അടുത്ത് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് വേറെ ബസ്സിലാണ് കേട്ടോ. ഞങ്ങൾ 3 പേരോടെ തിരിച്ചു വന്നു. അപ്പോൾ ആ ബസ്സിലിരുന്ന് ഞങ്ങൾ അടുത്ത ട്രിപ്പിനെ പറ്റി പ്ലാൻ ചെയ്യാണ്. ഇനി വീട്ടിൽ പോയി നന്നായിട്ട് കിടന്നൊന്ന് ഉറങ്ങണം. അപ്പോൾ ഒരു ട്രിപ്പൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതങ്ങ് ചെയ്യാൻ നോക്കും. വെറുതെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട. നിങ്ങളെ കൊണ്ട് പറ്റും ബഡ്ജറ്റ് ഫ്രീ ആയിട്ട് ഇഷ്ടം പോലെ ട്രിപ്സ് നമുക്ക് പ്ലാൻ ചെയ്യുകയും ചെയ്യാം, പോവുകയും ചെയ്യാം.